നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. രാഹുകേതുക്കളുടെ ഇപ്പോഴത്തെ രാശിസ്ഥിതി മൂലമുള്ള ഗുണദോഷങ്ങളും പരിഹാരങ്ങളും രാഹുകേതുക്കളെ പ്രീതിപ്പെടുത്തിയാൽ ഉണ്ടാകുന്ന അപ്രതീക്ഷിത ധന നേട്ടവും ഐശ്വര്യവും ഒക്കെ എങ്ങനെ ലഭിക്കണം എന്നുള്ള അതിനുള്ള ഉപായവുമാണ് ഇപ്പോൾ പ്രതിപാദിച്ചു വരുന്നത്. അതിലായിട്ട് ഇന്ന് നമുക്ക് ധനുക്കൂറുകാരുടെ കാര്യമാണ് നോക്കേണ്ടത്. ധനുക്കൂറിൽ വരുന്നത് മൂലം, പുരാടം, ഉത്രാടം, കാലം എന്നീ നക്ഷത്രങ്ങളാണ്. ധനുക്കൂറുകാരെ സംബന്ധിച്ച് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലൊക്കെ വിള്ളലുണ്ടാകാം, ധനനഷ്ടമുണ്ടാകാം, സുഖഹാനിയും ഉണ്ടാകാം. മാതൃസ്ഥാനീയരായിട്ടുള്ളവർക്കും ഒക്കെ ദോഷകരമായിട്ടുള്ള അവസ്ഥ ഉണ്ടാകാം. അതേപോലെ തന്നെ വാഹന സംബന്ധമായിട്ടും ചെലവുകളൊക്കെ വർദ്ധിച്ചേക്കാം. കൂടാതെ കുടുംബ കലഹം ഉണ്ടായേക്കാം, തൊഴിൽ തടസ്സമുണ്ടാകാം, ധനനാശം ഉണ്ടാകാം, ശത്രുക്കളുടെ വർധനവും അപമാനവും ഒക്കെ ഉണ്ടായേക്കാം. അപകടങ്ങൾക്കും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. ധനുക്കൂറുകാർ മൃത്യുഞ്ജയ മന്ത്രമാണ് ദോഷപരിഹാരമായി ഒന്നാമത് ചൊല്ലേണ്ടത്. നമുക്ക് മൃത്യുഞ്ജയ മന്ത്രം ഒന്ന് ചൊല്ലി നോക്കാം. ഓം ത്രയംബകം യജാമഹം സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകം ഇവ ബന്ധനാത് മൃത്യോർ മുക്ഷീയമാമൃതാത്. അതുകൂടാതെ ഓം രാഹവേ നമ, ഓം കേതവേ നമ എന്ന മന്ത്രത്തെ 41 പ്രാവശ്യം വീതം 41 ദിവസങ്ങളിൽ തുടർച്ചയായിട്ട് ചൊല്ലുക. രാഹുകേതു പ്രീതി ഉറപ്പായിട്ടും ഉണ്ടാകും. അതുവഴി അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭവും ഐശ്വര്യവും ധനുക്കൂറുകാർക്കുണ്ടാകും. രാഹുകേതുക്കളുടെ ഇപ്പോഴത്തെ രാശിസ്ഥിതി മൂലം ഉണ്ടാകുന്ന ദോഷങ്ങളും ഗുണങ്ങളും രാഹുകേതുക്കളെ പ്രീതിപ്പെടുത്തിയാൽ ലഭിക്കുന്ന അപ്രതീക്ഷിത ധനലാഭവും ഐശ്വര്യവും ഒക്കെ പ്രതിപാദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനായിട്ട് രാഹുകേതുക്കളുടെ പ്രീതിക്കായിട്ട് ചൊല്ലേണ്ട മന്ത്രങ്ങളും പരിചയപ്പെടുത്തുന്നുണ്ട്. നമുക്ക് ഇന്ന് മകരക്കൂറുകാരുടെ ഫലത്തെ നോക്കാം. മകരക്കൂറിൽ വരുന്നത് ഉത്രാടത്തിന്റെ മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. മകരക്കൂറുകാരെ സംബന്ധിച്ച് ഉന്നത സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. ജോലിക്കാരൊക്കെ അനുകൂലമായി നിൽക്കുന്ന അവസ്ഥയും അവരുടെ പെരുമാറ്റവും ഒക്കെ അനുകൂലമാകുന്ന അവസ്ഥയും ഉണ്ടാകാം. പുതിയ വസ്തുവകകളൊക്കെ സ്വന്തമാക്കുക, പൊതുവെ എല്ലാ കാര്യങ്ങൾക്കും ശുഭകരമായിട്ടുള്ള കാലം വരിക എന്നിവയൊക്കെയാണ് ഗുണഫലമായിട്ട് പറയേണ്ടത്. പിതൃസ്ഥാനീയരെ കൊണ്ടുള്ള കഠിനമായ ദുഃഖം ദോഷഫലമായി പറയേണ്ടതാണ്. തൊഴിൽ തടസ്സവും ധനനഷ്ടവും, ശരീരത്ത് മുറിവോ ചതവോ ഒക്കെ ഉണ്ടാകുക, ശത്രുശല്യം, മാനഹാനി എന്നിവയ്ക്കുമൊക്കെ സാഹചര്യമുണ്ട്. തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉന്നത നിലയിലെത്തുന്നതാണ്. കേതുവിന്റെ ശാന്തി മന്ത്രമാണ് ദോഷപരിഹാരത്തിനായിട്ട് മകരക്കൂറുകാർ ജപിക്കേണ്ടത്. രാഹുകേതുക്കളുടെ രാശിസ്ഥിതിയും ഫലങ്ങളും പരിഹാരവും ഒക്കെ സൂചനകൾ മാത്രമാണ്. സധൈര്യം ചിന്തിച്ച് മുന്നേറാൻ ദൈവാനുഗ്രഹം കൂടിയേ മതിയാവൂ. അതിനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെ കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം. മകരക്കൂറുകാർ ഓം രാഹവേ നമ, ഓം കേതവേ നമ എന്ന 2 മന്ത്രങ്ങളെയും 108 പ്രാവശ്യം വീതം ജപിക്കുക. പലാശ പുഷ്പസങ്കാശം തരാഗ്രമോസ്തവം രൗദ്രം രൗദ്രാത്മവും ഘോരം തം കേതും പ്രണമാമ്യഹം എന്ന ശാന്തി മന്ത്രത്തെയും അർദ്ധകായം മഹാവീര്യം ചന്ദ്രാദിത്യ വിമർദ്ദനം സിംഹിക ഗർഭസംഭൂതം തം രാഹും പ്രണമാമ്യഹം എന്ന രാഹു ശാന്തി മന്ത്രത്തെയും ജപിച്ചതിന് ശേഷമായിരിക്കണം മൂലമന്ത്രങ്ങൾ ജപിക്കേണ്ടത്. ഇനി നമുക്ക് കുംഭക്കൂറുകാരുടെ രാഹുകേതുക്കളുടെ ഇപ്പോഴത്തെ സ്ഥിതി മൂലമുള്ള ഗുണദോഷ ഫലങ്ങളും അപ്രതീക്ഷിത ധനലാഭത്തിനും ഐശ്വര്യത്തിനുമായി രാഹുകേതുക്കളെ പ്രീതിപ്പെടുത്തേണ്ട വിധവും അതിന്റെ പ്രാധാന്യവും മറ്റും പരിശോധിക്കാം. ഇനി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലത്തെയാണ് പരിശോധിക്കേണ്ടത്. കുംഭക്കൂറിൽ വരുന്നത് അവിട്ടത്തിന്റെ 2ാം പകുതി, ചതയം, പൂരിട്ടാതിയുടെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. കുംഭക്കൂറുകാരെ സംബന്ധിച്ച് രാഹു 2ലും കേതു അഷ്ടമത്തിലുമാണ്. ഇവർക്ക് പൊതുവെ മോശമായി അനുഭവത്തിൽ വരുന്നതാണ്. സർക്കാർ തൊഴിലൊക്കെ അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള കാലമാണ്. സർക്കാരിൽ നിന്നും ആനുകൂല്യങ്ങൾ നല്ല രീതിയിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. എന്നാൽ സാമ്പത്തികമായി വളരെയേറെ ബാധ്യതയും വന്നു ചേരാവുന്ന കാലമാണ്. കരുതിയിരിക്കേണ്ടതാണ്. സുഖനാശം, ധനനാശം, സഞ്ചാരക്ലേശം, ധനവും മറ്റും മോഷണം പോകുക, ശത്രുക്കളുടെ വർധനവ്, രക്തദോഷം, അപമാനം എന്നിവയൊക്കെ ഉണ്ടാകാം. അതേപോലെ തന്നെ ബന്ധുക്കൾ ഒരുപോലെ ശത്രുതാ മനോഭാവം പുലർത്തുന്ന അവസ്ഥയും ഉണ്ടാകുന്നതാണ്. രോഗാദി ദുരിതങ്ങളും പ്രത്യേകിച്ച് ത്വക്ക് രോഗ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും ഉടലെടുത്തേക്കാം. അതോടൊപ്പം തന്നെ രക്തസംബന്ധമായിട്ടുള്ള രോഗാദി ക്ലേശങ്ങൾക്കും സാധ്യതയുണ്ട്. തൊഴിൽപരമായിട്ടുള്ള ചില തടസ്സങ്ങളൊക്കെ ഉണ്ടായേക്കാം. ശനിയൊക്കെ സ്വക്ഷേത്രത്തിൽ നിൽക്കുന്നതിനാൽ ദോഷങ്ങളില്ലാതെ എന്നാൽ പ്രാർത്ഥന ഉപാസനയിലൂടെ കടന്നു പോകാൻ സാധിക്കുന്നതാണ്. സൗന്ദര്യ ലഹരിയിൽ പറഞ്ഞിട്ടുള്ള സർപ്പദോഷ ശാന്തി മന്ത്രം ചൊല്ലുന്നത് കുംഭക്കൂറുകാർക്ക് അപ്രതീക്ഷിത ധനലാഭവും ഐശ്വര്യവും ഒക്കെ നൽകുന്നതാണ്. മറ്റ് ഗ്രഹങ്ങളുടെയും രാഹുകേതുക്കളുടെയും ദോഷങ്ങളെ ഇല്ലാതാക്കാനും സാധിക്കുന്നതാണ്. ഇനി നമുക്ക് രാഹുകേതു ദോഷശാന്തിക്കായിട്ട്
കുംഭക്കൂറുകാർ ചൊല്ലേണ്ട സർപ്പദോഷ ശാന്തി മന്ത്രത്തെ പരിചയപ്പെടാം. ഓം ഹിമാനി ഹന്തവ്യം ഹിമഗിരി നിവാസൈക ചതുരൗ നിശായാം നിദ്രാണാം നിശിചരമഭാഗേ ച വിശദൗ വരം ലക്ഷ്മീപാത്രം ശ്രിയമതിസൃജന്തൗ സമൈനാം സരോജം ത്വത്പാദൗ ജനനി ജയതശ്ചിത്രമിഹ കിം. ഇതോടൊപ്പം കേതുവിന്റെ മന്ത്രമായിട്ടുള്ള ഓം കേതവേ നമഃ എന്ന മന്ത്രത്തെ 108 പ്രാവശ്യം ജപിക്കുന്നതും കുംഭക്കൂറുകാരെ സംബന്ധിച്ച് അതിവിശേഷ ഫലത്തെ നൽകുന്നതാണ്. എല്ലാ ദോഷങ്ങളും ഒഴിഞ്ഞു മാറുന്നതാണ്. രാഹുകേതുക്കളുടെ ഇപ്പോഴത്തെ രാശിസ്ഥിതി മൂലമുള്ള ഓരോ രാശിക്കാരുടെയും ഗുണദോഷ ഫലങ്ങളും രാഹുകേതുക്കൾ പ്രസാദിച്ചാൽ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ധനലാഭവും ഐശ്വര്യവും സന്തോഷവും ഒക്കെ ലഭിക്കുന്നതിനു വേണ്ട ഉപാസനാ രീതികളും മന്ത്രജപത്തിന്റെ കാര്യങ്ങളുമാണ് പ്രതിപാദിച്ചു വരുന്നത്. 11 രാശിക്കൂറുകാരുടെ വീഡിയോകൾ അവതരിപ്പിച്ചു. ഇന്ന് നമുക്ക് മീനക്കൂറുകാരുടെ ഫലങ്ങളെ നോക്കാം. മീനക്കൂറിൽ വരുന്നത് പൂരിട്ടാതിയുടെ 3/4 ഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ്. മീനക്കൂറുകാരെ സംബന്ധിച്ച് രോഗാദി ക്ലേശങ്ങൾ ഉണ്ടായേക്കാം, ദുഃഖമുണ്ടാകാം, ധനപരമായിട്ടുള്ള നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായേക്കാം, മൃതാവിൽ സഞ്ചരിക്കേണ്ടതായിട്ടുള്ള അവസ്ഥയുണ്ടായേക്കാം, മരണഭയം പോലും ഉണ്ടായേക്കാം, അഗ്നി മൂലമുള്ള ദോഷങ്ങളും ഉണ്ടാകാം, ജീവിത പങ്കാളിയുമായിട്ട് പിണക്കങ്ങളൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട്. മാനസിക പിരിമുറുക്കങ്ങൾക്കും തലവേദന പോലെയുള്ള ശിരോസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കുമൊക്കെ സാധ്യതയുണ്ട്. കൂടാതെ വിദേശ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ചില അനുകൂല തീരുമാനങ്ങൾ ഉണ്ടാകുന്നതാണ്. പുതിയ ബന്ധങ്ങളൊക്കെ ഉടലെടുത്തേക്കാം. വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അപ്രതീക്ഷിത കാലതാമസം ഉണ്ടാകുന്നതാണ്. കേതു സ്തോത്രമാണ് ദോഷപരിഹാരത്തിനും, രാഹു കേതു ദോഷപരിഹാരത്തിനും മറ്റു ഗ്രഹങ്ങളുടെ ദോഷപരിഹാരത്തിനും അതോടൊപ്പം തന്നെ ഐശ്വര്യത്തിനും സമ്പൽ സമൃദ്ധിക്കും സമാധാനത്തിനും ഒക്കെ വേണ്ടി മീനക്കൂറുകാർ ചൊല്ലേണ്ടത്. നമുക്ക് കേതു സ്തോത്രത്തെ പരിചയപ്പെടാം. പലാശ പുഷ്പസങ്കാശം താരകാഗ്രഹമസ്തവും രൗദ്രം രൗദ്രാത്മവും ഘോരം തം കേതും പ്രണമാമ്യഹം എന്നാണ്. അതോടൊപ്പം ഓം കേതവേ നമ എന്ന മന്ത്രത്തെ 108 പ്രാവശ്യം ജപിക്കേണ്ടതുമാണ്. രാഹുകേതുക്കളുടെ ഇപ്പോൾ ഉള്ള ഓരോ രാശിക്കൂറുകാരുടെയും സ്ഥിതിയും സമ്പൂർണ്ണ ഫലങ്ങളും രാഹുകേതുക്കൾ പ്രസാദിച്ചാൽ പ്രതീക്ഷിതമായിട്ട് ലഭിക്കുന്ന ധനലാഭവും സന്തോഷവും ഐശ്വര്യവും ഒക്കെ നേടിയെടുക്കുന്നതിനായിട്ട് ഓരോ രാശിക്കൂറുകാരും ചെയ്യേണ്ട കാര്യങ്ങളെയും മന്ത്രജപത്തെയുമാണ് പരിചയപ്പെടുത്തിയത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളും വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം. നമസ്കാരം. ജ്യോതിഷ സംബന്ധമായിട്ടുള്ള നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ്. ജാതകം, പ്രശ്നം, മുഹൂർത്തം തുടങ്ങി ജ്യോതിഷപരമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് നേരിട്ട് വരാവുന്നതാണ്. അതുകൂടാതെ ഓൺലൈൻ കൺസൾട്ടേഷൻ കൂടി ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ കുട്ടികളുടെ ജാതകം പരിശോധിച്ച് അവരുടെ വിദ്യാഭ്യാസം, അവരുടെ വിവാഹം, തൊഴിൽ എന്നീ കാര്യങ്ങൾ അറിയുന്നതിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അതേപോലെ തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും പൊരുത്തപരിശോധനയ്ക്കുമൊക്കെ ആയിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഗൃഹനിർമ്മാണം തുടങ്ങി നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ചടങ്ങുകൾക്കൊക്കെ മുഹൂർത്തം കുറിക്കുന്നതിന് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. നേരിട്ടും ഓൺലൈൻ കൺസൾട്ടേഷനും ഉണ്ടാകുന്നതാണ്. ജാതകം എഴുതണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും നേരിട്ട് വിളിക്കാവുന്നതാണ്. ഓൺലൈനായിട്ട് അയച്ചും കൊടുക്കുന്നതാണ്. കമ്പ്യൂട്ടർ ജാതകം തയ്യാറാക്കിയും നൽകുന്നതാണ്. നിങ്ങളുടെ ഏത് പ്രശ്നങ്ങളും പ്രശ്നചിന്തയിലൂടെ കാരണം കണ്ടെത്തി പരിഹാരം നിർദ്ദേശിച്ചു തരുന്നതാണ്. കൂടാതെ വാസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ടൈറ്റിൽ വന്നും കൺസൾട്ടേഷൻ ചെയ്യുന്നതാണ്. അതുകൂടാതെ തന്നെ ഓൺലൈനായിട്ടും കൺസൾട്ടേഷൻ ചെയ്യുന്നതാണ്. ഏത് ജ്യോതിഷം, വാസ്തു തുടങ്ങി ഏത് വിഷയങ്ങൾക്കും നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. ഓൺലൈനായിട്ടും നേരിട്ടും ബന്ധപ്പെടാവുന്നതാണ്. എന്റെ സേവനം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക. നമസ്കാരം.